അപ്പൊ CID പണി ഒപ്പിച്ചു. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ബാഡ്, വെരി ബാഡ്. നീ കിണിക്കല്ലേ? ചതിയ ബദ്ദലഹേമിൽ താമസിക്കുന്ന യൂദാസെ. എടാ നന്ദി വേണോടാ നന്ദി. ആ രണ്ടക്ഷരത്തിന്റെ അർത്ഥം നിനക്കറിയോ? ഇല്ല. ചേടാ ഞാൻ എന്നാ ഏതെന്നാ ഇയാള് പറയുന്നത്? നിനക്ക് മാനേജ് ചെയ്യായിരുന്നു, ഈസി ആയിട്ട് മാനേജ് ചെയ്യായിരുന്നു. ആ പുണ്യനായർ ഒന്നും അറിയിക്കാതെ നാട്ടിലേക്ക് പാക്ക് ചെയ്യായിരുന്നില്ലേ? എടാ എടാ പൊട്ടൻ ചങ്കു, അതിന് അയാൾ എന്നോട് പറഞ്ഞു. അയാൾ ആരാന്ന് ഓർമ്മയുണ്ടോ ഈ മോഹം? 2.5 വർഷം മുമ്പുള്ള ഒരു ഏപ്രിൽ മാസ രാത്രിയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് നിന്നതാ ഈ കൈകൾ കൊണ്ട് കോരിയെടുത്തപ്പോ നീ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, താങ്ക് യു സാർ, താങ്ക് യു എന്ന്. മേട്ടുകുളത്ത് നിന്ന് ബൈസൺ വാലിയിലേക്ക് പോകാൻ 2 വഴിയാ. ലെഫ്റ്റിലും പോവാം, റൈറ്റിലും പോവാം. ലെഫ്റ്റിൽ പോയ റോഡ് നല്ലതാ, എന്നിട്ടും ഞാൻ റൈറ്റിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ടല്ലേടാ കണ്ടത്. ഏതോ ലോറിക്കാർ ഇടിച്ചിട്ടിട്ട് പോയ നിന്റെ ജീപ്പും നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന നീയും ഇങ്ങനെ ഞാൻ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് 4 കുപ്പി ബ്ലഡും തന്ന്. 3 കുപ്പി. എന്തോ കഴിഞ്ഞ ഗാന്ധി ജയന്തി സാറി കഥ പറഞ്ഞപ്പോ 3 കുപ്പിയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം 1 കുപ്പി കൂടി ഉണ്ടാവും. എന്റെ ബ്ലഡിന്റെ കണക്ക് നിനക്കാണ്. ആദ്യകാലത്ത് ഇറങ്ങിയ കാസറ്റിൽ 2 കുപ്പിയായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. ഇല്ലടാ, ഞാൻ ഒന്നും പറയുന്നില്ല. ജീവൻ രക്ഷിച്ചവനിട്ട് തന്നെ പണിയണം. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. പുളുന്തൻ ചങ്കു, ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ജീവൻ രക്ഷ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടടാ? ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഹോ ദൈവമേ, നിനക്കന്നൊന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ലായിരുന്നോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങും. മേട്ടുക്കുളത്തുനിന്ന് ബൈസൺ വാലിയിലേക്ക് ലെഫ്റ്റും റൈറ്റും. ഇല്ല, ഞാൻ നിർത്തി. ഇനിയില്ല. യാത്ര പറയാൻ വന്നത് ഞാൻ. ഇനി ചിലപ്പോ കണ്ടില്ല എന്ന് വരും. കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. സാർ സൂയിസൈഡ് പോവാണല്ലേ? എടാ മോനായി, ചവിട്ടി കയറ്റി തരും ഞാൻ. സൂയിസൈഡ് നിന്റെ അപ്പം ചെയ്യും. മോനെ, എന്താടാ നിന്റെ പ്രശ്നം? എടാ നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. എടാ മുത്തശ്ശനും മുത്തശ്ശിയും കസിൻ പിള്ളേരും എല്ലാരും കൂടി ഈ വെക്കേഷൻ ഇങ്ങോട്ട് വരുന്നു എന്ന്. അതാണോ കാര്യം? അവര് വരട്ടടാ, എല്ലാവരും വരട്ടെ. എന്നിട്ട് അവർക്ക് ഇവിടെ മതി വരും വരെ ഇവിടെ താമസിക്കട്ടെ. എടാ അവരെത്ര പേരെ എങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോണെന്ന് നിനക്കറിയോ?